7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വന്ന് പോണമെന്ന് പറഞ്ഞപ്പോ ഇനി പോണ്ടടാ, എനിക്ക് നിന്നെ കാണാൻ കഴിയൂലടാ എന്ന് പറഞ്ഞില്ല. അങ്ങനെ സിയമിൽ മടവൂര് തങ്ങളെ മടവൂരത്തെ പള്ളിയിലെ മുദരിസായിരുള്ള മഹാനായ മോങ്ങൻ അബറ മുസ്ലിയാർ, മോങ്ങം അബറ മുസ്ലിയാരടുക്കൽ പോയി ദർസ് പഠനം നടത്തുകയാണ്. ആദ്യം മോങ്ങം അബറ മുസ്ലിയാരടുക്കൽ പോയി ദർസ് പഠനം നടത്തി. അദ്ദേഹം അവിടെ നിന്ന് രാജിയായതിനു ശേഷം രണ്ടാമത് കടന്നു വരുന്നു. അവിടുത്തെ മുദരിസായി മലയമ്മ നാലകശ്ശേരി അബൂബക്കർ മുസ്ലിയാർ കൊടുക്കുമാറാകട്ടെ. പിന്നീട് മലയമ്മ അബൂബക്കർ ഉസ്താദിന്റെ അടുക്കൽ പഠിക്കുകയാണ്. അതിനുശേഷമാ പരിശുദ്ധമായ നമ്മുടെ അടുത്ത ഏറ്റവും വലിയ സ്ഥാപനമായി ലോകം അംഗീകരിച്ച മർകസു സഖാഫത്തി സുന്നിയിലെ വൈസ് പ്രിൻസിപ്പളായിരുന്ന ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ അതേ ഉസ്താദുമായിരുന്ന ഇമ്പിച്ചാലി ഉസ്താദിന്റെ അടുക്കലേക്ക് മഹാനായ CM മടവൂര് തങ്ങൾ ഓതാൻ പോകുന്നു. മർകസിലെ പ്രധാന മുദരിസായിരുന്നു. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇമ്പിച്ചാരി ഉസ്താദിനടുക്കൽ ഓതാൻ പോയി. കൊടുവള്ളിയിലും മങ്ങാടും ആ മങ്ങാട്ട് പോയി ഓതി. സുബ്ഹാനല്ലാഹ്, മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുള്ളൂ, പഠിക്കുന്ന കാലം മുതഅല്ലിമായിരിക്കുമ്പോ കൂടെ പഠിക്കുന്ന സമകാലികന്മാര് പറയുള്ളൂ, പഠന സമയത്ത് ബഹുമാനപ്പെട്ട CM മടവൂര് തങ്ങളെ ജീവിതത്തിൽ ഒരു കറാഹത്ത് കാണുമായിരുന്നില്ല. പഠിക്കുന്ന സമയത്ത് മുതഅല്ലിമായിരിക്കുമ്പോ ഒരു കറാഹത്ത് കാണൂല. നിങ്ങൾ ഇനി പിന്നെ പോയി കൊണ്ട് ചോദിച്ചോക്കാണ്, എന്റെ ശരീക്കന്മാരോടൊന്ന് ചോദിച്ചു നോക്കാണ് ഷാക്കിർ വാക്കബി എങ്ങനെയാണ്. അപ്പോഴും കേൾക്കാൻ നിങ്ങൾക്ക് മറുപടി കറാത്തൊന്നും ഒഴിവാക്കിയില്ല. അല്ലാഹു തആല നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഇതൊക്കെ പറയാൻ തന്നെയുള്ളൂ. പറയുമ്പോ റസൂല പറഞ്ഞമാതിരി യകൂനൂന ഫിൽ ജന്നത്തി സവാ, അവരെ കുറിച്ച് പറയുമ്പോ അവരെ കൂടെ നമുക്ക് സ്വർഗത്ത് പോവാമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഓന്റെ മുഅ്മിനീങ്ങളെ, മഹാനായ CM മടവൂര് തങ്ങള് ജീവിതത്തിലൊരു കറാഹത്ത് പോലും ദർസ് ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പോരാ ദായിമിൽ വുളൂ, എന്നും വുളൂ ആയിരിക്കും. വുളൂ മുറിയുന്ന ഒരു സാഹചര്യം CM തങ്ങള് ചെറിയ പ്രായം മുതൽ ഉണ്ടായിരുന്നില്ല. കറാഹത്തില്ല, ദായിമുൽ വുളൂ, എപ്പോഴും വുളൂ. ഈ ഒരു ശൈലി മഹാനായ CM മടവൂര് തങ്ങൾ സ്വീകരിച്ചിരുന്നു. ഇനിയോ സഹോദരന്മാരെ, ഞാൻ നിർത്തട്ടെ. മക്റൂഹ് ചെയ്തിട്ടില്ല CM ചെറുപ്പമിൽ, അതുപോലെ ബോധമുള്ള മുഴുവൻ കാലമിൽ. മഹാനായ CM മടവൂര് തങ്ങളെ ജീവിതത്തിൽ കറാഹത്ത് പോലും വന്നിട്ടില്ല. ബോധമുള്ള കാലത്തോളം ഒരു കറാഹത്തും CMന്റെ ജീവിതത്തിൽ കണ്ടവരില്ല. ഇങ്ങനത്തെ ഒരു പരിശുദ്ധമായ ജീവിതമാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമ്പിച്ചാലി ഉസ്താദിന്റെ അടുക്കൽ പഠിക്കുമ്പോഴാ കർണാടക ജില്ലയിലെ കർണാടക ഡിസ്ട്രിക്റ്റിലെ നഖ്ശബന്ദിയ തുരീഖത്തിന്റെ ഒരു ശൈഖുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പുലിമൈദീൻ സാഹിബ് എന്നാണ്. ഈ പുലിമൈദീൻ സാഹിബായ ശൈഖിനെ കാണാൻ, അദ്ദേഹത്തിന് ബന്ധപ്പെടാൻ ഇമ്പിച്ചാലി ഉസ്താദിന്റെ അടുക്കൽ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാ ശൈഖ് മഹാനായ CM മടവൂര് തങ്ങളെ പോകുന്നത്. അങ്ങനെ പുലിമൈദീൻ സാഹിബിനെ കണ്ടുകൊണ്ട് ത്വരീഖത്തിനെ കുറിച്ചുള്ള പഠനം നടത്തുകയാണ്. ആത്മീയത പഠിച്ച് മനസ്സിലാക്കുന്നു. ആരാ പുലിമൈദീൻ സാഹിബ്? എന്തുകൊണ്ടാ അദ്ദേഹത്തിന് പുലിമൈദീൻ സാഹിബ് എന്ന് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വസ്ത്രം, അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രം, അത് പുലിയുടെ തോലുകൊണ്ടുണ്ടാക്കിയ വസ്ത്രമായിരുന്നു. അതുകൊണ്ടാ പുലിമൈദീൻ സാഹിബ് എന്ന പേര് വെച്ചതാണ്. പുലിമൈദീൻ സാഹിബ് എന്ന പേര് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി. നഖ്ശബന്ദിയ തുരീഖത്തിന്റെ വലിയ ശൈഖായിരുന്നു. ആത്മീയതയെക്കുറിച്ച് പഠിച്ചു. സുബ്ഹാനല്ലാഹ്, വീണ്ടും ബഹുമാനപ്പെട്ടവരെ നാട്ടിലേക്ക് തിരിച്ചു.
നാട്ടിലേക്ക് തിരിച്ചു. തളിപ്പറമ്പിലെ കൂവത്തിൽ വെച്ച് മഹാനായ ശംസുൽ ഉലമയടക്കം ഒരുപാട് ഉസ്താദുമാരെ ശിഷ്യത്വം ആ സ്ഥാപനത്തിൽ വെച്ച് സ്വീകരിക്കുകയാണ്. അതിനുശേഷമാ കൊയിലാണ്ടിക്കടുത്ത് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരെ ദർസിൽ പോയി ചേരുന്നത്. ആ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരുടെ ദർസിൽ നിന്ന് ഉപരിപഠനത്തിലേക്ക് ബാഖിയാത്ത് സ്വാലിഹാത്തിലേക്ക് പോകുന്നത്. അങ്ങനെ 1957 ബാഖിയാത്തിലെ സനദ് വാങ്ങി ബാക്കവിയായി, ഒറിജിനൽ അഹ്ലു സുന്നയുടെ ബാക്കവിയായി മഹാനായ CM മടവൂര് തങ്ങളുടെ മടവൂരിലേക്ക് തിരിച്ചു വരുന്നു. ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ പറയുന്നുണ്ട് ചില ബാക്കവികളെ കുറിച്ച്. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കുമാറാകട്ടെ. CM മടവൂര് തങ്ങൾ പാപ്പ 1957 ബാഖിയാത്തിൽ നിന്ന് സനദ് വാങ്ങിയിട്ട് ഉപ്പയും ഉപ്പാപ്പയും ദർസും ഖുതുബയും നിർവഹിച്ചിരുന്ന, ഖാലി സ്ഥാനം നിർവഹിച്ചിരുന്ന അതേ പള്ളിയിൽ സേവനം നടത്താൻ അതേ ബാഖിയാത്തിൽ നിന്ന് പാസായി നാട്ടിലേക്ക് വന്ന CM മടവൂര് തങ്ങള് മടവൂരത്തെ പള്ളിയിലെ ഖാലിയാരാ, അവിടുത്തെ പ്രധാന മുദരിസ, അവിടുത്തെ പ്രധാന ഖതീബാണ്. ഏറ്റവും വളരെ എല്ലാ ആളുകളാലും സർവസമ്മതനായിട്ട് ആ സ്വന്തം നാട്ടിലെ ഖതീബായി ബഹുമാനപ്പെട്ടവരെ സേവനം നടത്തുമ്പോ അവിടെ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണോ. അന്ന് കാലങ്ങളിൽ സാധാരണ മുത്തവല്ലി ഭരണമായിരുന്നു. അന്നത്തെ മടവൂര് പള്ളിയിലെ ഒരു വലിയ മുത്തവല്ലി കുറച്ചൊക്കെ ഓതിയിട്ട് നിർത്തിവെച്ചയാളാണ്. ആയതുകൊണ്ട് പള്ളിയിലെ മുസ്ലിയാരില്ലെന്ന് കണ്ടാൽ അവിടെ സാധാരണഗതിയിലെ ഖുതുബ നിർവഹിക്കുന്നത് ഈ മുത്തവല്ലിയായിരുന്നു. ആ മുത്തവല്ലി ചിലപ്പോ ആ മുത്തവല്ലി ഖാദിയാരാവും, ചിലപ്പോ ആ മുത്തവല്ലി മുക്രിയാവും. ഇങ്ങനെ ഒരു മുത്തവല്ലി, അത്യാവശ്യം പഠിച്ച ഒരു മുത്തവല്ലി. ബഹുമാനപ്പെട്ട CM മടവൂര് തങ്ങളെ ഖുതുബ നിർവഹിക്കാൻ വേണ്ടി റൂമിലേക്ക് എത്തിയ ഉടനെ ഈ മുത്തവല്ലി ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഓ മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാരെ, ഇന്ന് നിങ്ങൾ ഖുതുബ ഓതണ്ട, ഞാനിന്ന് ഓതാം. ഇന്നത്തെ ഖുതുബ ഞാൻ ഓതാം. മുത്തവല്ലിയാകുന്ന ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരാൾ വന്ന് പറഞ്ഞു CM മടവൂര് തങ്ങളോട്, ഇന്ന് ഞാൻ ഖുതുബ ഓതാം. മഹാനായ CM മടവൂര് തങ്ങൾ പറഞ്ഞു, നീ ഖുതുബയോദയാ നീ തന്നെ കേൾക്കേണ്ടി വരും. ഞാൻ ഖുതുബ കേൾക്കാനുണ്ടാവൂല, ഈ നാട്ടിലെ ഒരു മനുഷ്യനുണ്ടാവൂല, ഖുതുബയും നടക്കൂല, ജുമ നടത്തൂല. ആയതുകൊണ്ട് നീ എങ്ങാനിന്ന് ഖുതുബ ഓതിയാൽ ഈ പള്ളിയുടെ അടുത്ത് തന്നെ പുതിയൊരു പള്ളി ഉയരോ, അതിന് നീ അവസരം ഒരുക്കണ്ട കേട്ടോ. അങ്ങനെ പറയാൻ കാരണം ഈ മുത്തവല്ലിയുടെ മനസ്സിൽ ഒരു ചെറിയ ബിദ്അത്തിന്റെ അംശമുണ്ടായിരുന്നു. ആ മുത്തവല്ലിയുടെ മകനാണ് നമ്മുടെ മടവൂര് ഗ്രൂപ്പിന്റെ നേതാവായ അതേ മടവൂര് ഹുസൈൻ മൗലവി. മടവൂര് ഹുസൈൻ മൗലവി ഉണ്ടല്ലോ, ആ ഹുസൈൻ മടവൂരിന്റെ ഉപ്പയാണ് ഞാൻ ഈ പറഞ്ഞ മുത്തവല്ലി. അയാൾ പറഞ്ഞു, എനിക്ക് ഖുതുബോധനം പറ്റൂല, നിന്നതിന് പറ്റൂല, നീ വേറെ സ്ഥലം നോക്കി. ജങ്ങാനും ഇവിടെ ഖുതുബോധാണ് എന്റെ പിറ്റത്താഴ്ച അവിടെ വേറെ പള്ളി പോയി. സമ്മതിച്ചില്ല. ബിദ്അത്തിന്റെ ഒരു ആശയം, ഒരു ചെറിയ അംശോ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നതുകൊണ്ട് CM മടവൂര് തങ്ങളെ വിട്ടുകൊടുത്തില്ല. ഏതോ ഇരിക്കട്ടെ എന്റെ സഹോദരന്മാരെ, സമയങ്ങളെല്ലാം ദർസ് നടത്തുള്ളൂ. ആ സമയത്തിനുള്ളിൽ ഒഴിവ് കിട്ടുന്ന നേരോ മഹാന്മാരായ സൂഫിയാക്കള് തുരീഖത്തിനെ കുറിച്ച് പറഞ്ഞ, വിലായത്തിനെ കുറിച്ച് പറഞ്ഞ റിസാലത്തുൽ ഖുശൈരിയ്യ പോലത്തെ ഗ്രന്ഥങ്ങള് മഹാനായ CM മടവൂര് തങ്ങളെ മുത്താല ചെയ്യുള്ളൂ. ഇനിയും സമയം കിട്ടിയാൽ മഹാന്മാരായ ഔലിയാക്കളെ ഖബർ സിയാറത്തിന് പോവുകയാണ്. മഹാന്മാരെ ഹയാത്തുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി ബന്ധപ്പെടുകയാണ്, അവരോടടുക്കൽ നല്ല ജീവിതം പുലർത്തുകയാണ്. മഹാനായ CM മടവൂർ റളിയല്ലാഹു തആല അൻഹു 2 കൊല്ലത്തോളം പൂർണ്ണമായ ദർസ് നടത്തിയിട്ടുണ്ട് കേട്ടോ.
40ഓളം പടുകൂറ്റൻ ആലിമീങ്ങളെ തുല്യമായ മുതഅല്ലിമീങ്ങൾ മഹാനായ സിഎമ്മിൽ മടവൂർ തങ്ങളെ പള്ളിയിൽ മുതഅല്ലിമീങ്ങളായി പഠനം നടത്തിയിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഹജ്ജിനൊന്ന് പോകാൻ തോന്നുന്നത്. അങ്ങനെ ഹജ്ജിന് ബഹുമാനപ്പെട്ട സിഎമ്മിൽ മടവൂർ തങ്ങൾ പോവുകയാണ്. ഹജ്ജിന് മഹാനായ സിഎം മടവൂർ തങ്ങളെ കൂടെ ഏറ്റവും നല്ല ഒരു സഹായിയായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ അമ്മാവനായ അബൂബക്കർ ഹാജിയായിരുന്നു. അബൂബക്കർ ഹാജിയാണ് ഹജ്ജിന് പോകുമ്പോൾ സിഎം മടവൂർ തങ്ങളെ കൂടെയുണ്ടായിരുന്നത്. അങ്ങനെ അവർ 2 പേരും കൂടി ഹജ്ജിന് പോകുന്നു. ബഹുമാനപ്പെട്ട അബൂബക്കർ ഹാജി പറയുന്നത് കാണാം, സിഎം മടവൂർ തങ്ങളെ കൂടെ ഹജ്ജിന് പോയപ്പോ ഉണ്ടായിരുന്ന അനുഭവം. എപ്പോ നോക്കിയാലും ദിക്ർ ചൊല്ലുക. ഹജ്ജിന്റെ സമയം ഹജ്ജിന് പോകുന്ന വഴിയിൽ വെച്ച് അന്നത്തെ യാത്ര ഇന്നത്തെ യാത്ര പോലെ കരിപ്പൂർക്കൊന്ന് പോയിട്ട് അവിടെ നിന്ന് കയറിപ്പോക്കല്ലേ, കുറേ ദിവസം യാത്ര ചെയ്യണം. കപ്പൽ മാർഗമാണ് അന്നൊക്കെ ഹജ്ജിന് പോയിരുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട സിഎം മടവൂർ തങ്ങളെ കൂടെയുണ്ടായിരുന്ന അബൂബക്കർ ഹാജി പറയുന്നു, ദിക്റും സ്വലാത്തും നിസ്കാരവും മാത്രം ആരാധനകൾ മുഴുകിയിരിക്കുന്നു ബഹുമാനപ്പെട്ട സിഎമ്മിൽ മടവൂർ. അദ്ദേഹം പറയുന്നത് കാണാം, അങ്ങനെ കടൽ മാർഗം കപ്പലിൽ കയറി ഞങ്ങൾ ഹജ്ജിന് പോകുമ്പോ പെട്ടെന്ന് കടലിലുള്ള തിരമാലകൾ ഇളക്കം വരുന്നു, കപ്പൽ ഇളകി മറിയുന്നു. എല്ലാവരും പേടിച്ചുപോയി. എങ്ങനെയാ രക്ഷപ്പെടുക എന്ന ബേജാറിലാണ്. ഈ കപ്പല് വീഴുമെന്ന് കണ്ടപ്പോ കപ്പലിന്റെ ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലുന്ന, ഇബാദത്ത് ചെയ്യുന്ന, അദ്കാറുകളിൽ ബന്ധപ്പെട്ടിരിക്കുന്ന സിഎം മടവൂർ തങ്ങളുടെ അടുക്കലേക്ക് കപ്പലിലുള്ള മുഅ്മിനീങ്ങളൊക്കെ ചെന്നിട്ട് പറഞ്ഞു, ഓ സിഎം തങ്ങളെ, ഇവിടെ കപ്പല് ഇളകി മറിയുന്നുവല്ലോ, ഇനി എന്താ നമ്മൾ ചെയ്യുക? ഈ ഒരു ചോദ്യം കേട്ട ഉടനെ തന്നെ സിഎം മടവൂർ തങ്ങൾ പറഞ്ഞു, കപ്പലിപ്പോ അടങ്ങിക്കോളും, നിങ്ങൾ പേടിക്കേണ്ടതില്ല. പറഞ്ഞ ഉടനെ പിന്നെ കടല് ശാന്തമായി. കടൽ പറഞ്ഞ ഉടനെ തന്നെ ശാന്തമായി. സന്തോഷത്തോടുകൂടെ ഹജ്ജിന് പോവുകയാണ്, യാത്ര തുടരുകയാണ്. ഇത് ഓരോ മുഅ്മിനീങ്ങളുടെ അനുഭവമാ ഞാൻ ഈ പറയുന്നത്. ബഗ്ദാദിലുണ്ടായ ആളെക്കുറിച്ചുള്ള ചർച്ചയല്ല. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മടവൂര് എന്ന് പറയുന്ന കൊച്ചു പ്രദേശത്ത് ജീവിച്ച് വളർന്ന ഒരു വലിയ മഹാനുമനീഷിയെ കുറിച്ചാ ഞാൻ ഈ പറയുന്നത്. പടച്ചറബേ, അവിടുത്തെ പൊരുത്തം ഞങ്ങളെ ജീവിതത്തിൽ ഉടനീളം നീ നൽകണേ അല്ലാഹ്. ഹജ്ജ് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവരതാ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ സിയാറത്തിന് പോവുകയാണ്. ഖബർ സിയാറത്തിന് പോയി നബി തങ്ങളെ തിരുഹളറത്തിലേക്ക് എത്തി. മദീനത്തെ മുനവ്വറയിൽ ചെന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് റസൂലുള്ളാഹി തങ്ങളോടൊരു സലാം പറഞ്ഞപ്പോ സിഎം മടവൂർ തങ്ങളെ ബോധം കെട്ട് വീണുപോയി കേട്ടോ. മദീനത്തെ മുനവ്വറയിൽ മഹാനായ സിഎമ്മിൽ മടവൂർ തങ്ങളെ ബോധം കെട്ട് വീഴുകയാണ്. കൂടെയുള്ള ആളുകളെല്ലാം താങ്ങി പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി. റൂമിലേക്ക് എത്തിയിട്ട് ബോധം തെളിയുമ്പോ അദ്ദേഹത്തിന്റെ അടുക്കൽ മടവൂർ തങ്ങളുടെ അടുക്കൽ ശംസുലുലമ ഇ കെ ഉസ്താദിന്റെ ശംസുലുലമയുടെ സഹോദരനായ ഇ കെ ഉമർ ഹാജി അവിടെ അടുത്തുണ്ടായിരുന്നല്ലോ. ഈ ഇ കെ ഉമർ ഹാജി എന്ന് വെച്ചാൽ നമ്മുടെ ദാരിമി ഉസ്താദിന്റെ, നമ്മൾ ഇന്ന് നമ്മുടെ നഗറിന് പേര് വെച്ച ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ്. ആ ദാരിമി അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം തെക്കു ഭാഗത്താണ് കൂടുതൽ അറിയപ്പെട്ടത്. നമ്മൾ ഈ ഭാഗത്തൊക്കെ പരിചയം കുറവാന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ നാട്ടിലെങ്ങനെയെന്ന് എനിക്കറിയാം. ഞാൻ ചെറുപ്പത്തിലേ പഠിച്ചത് അങ്ങ് കൊല്ലം ജില്ലയിലാണ്. അതുകൊണ്ട് കൊല്ലത്ത് പഠിക്കുന്ന കാലം തന്നെ തേവലക്കരാറിനൊരു പ്രദേശം ഞാൻ പഠിച്ചു. അല്ലാഹു തആല നമ്മളെ ഉസ്താദന്മാർക്കൊക്കെ ആഫിയത്തും ഹിമ്മത്തും കൊടുക്കുമാറാകട്ടെ. ആ തേവലക്കരയിൽ ഞാൻ പഠിക്കുമ്പോ അന്ന് ഞാൻ കേൾക്കുന്നുണ്ട് ഈ ദാരിമി ഉസ്താദ്. മലപ്പുറക്കാരനല്ല, കോഴിക്കോട്ടുകാരനാണ്.
അന്നേ ഞാൻ പഠിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശംസുല്ലമയുടെ സഹോദരന്റെ പുത്രനാണ്. അല്ലാഹുവേ അവരെയൊക്കെ ദറജകൾ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ ആ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് സൂഫിയാക്കളുടെ മാർഗത്തിൽ നമ്മുടെ ആത്മീയതയിലേക്ക് കൊണ്ടുപോയ മഹാനായ താരിമി ഉസ്താദിനെ പോലത്തെ മഹാന്മാരോടുകൂടെ റബ്ബേ ഞങ്ങളെ നീ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. മഹാനായ CM മടവൂര് തങ്ങളെ ബോധരഹിതനായി വീണു. ബോധം തെളിഞ്ഞപ്പോ EK ഉമ്മർ ഹാജി വന്ന് ചോദിച്ചു, എന്തിനാണ് CM നിങ്ങളെ ബോധം കെട്ട് വീണത്? സലാം പറഞ്ഞ ഉടനെ തന്നെ നിങ്ങളെ ബോധം കെട്ട് വീടാൻ കാരണമെന്തോ? ഉടനെ മഹാനായ CM മടവൂര് തങ്ങൾ പറഞ്ഞു, മദീനത്തെ മുനവ്വറയില് അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളുടെ ഭാഗത്തിൽ നിന്ന് എന്റെ മനസ്സിലേക്കൊരു പ്രകാശമങ്ങ് അടിച്ചു വീശിപ്പോയി. അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഞാൻ ബോധം കെട്ട് വീണതാണ് കേട്ടോ. ആ ഹജ്ജ് യാത്ര കഴിഞ്ഞതിന് ശേഷമാണ് മഹാനായ CM മടവൂര് തങ്ങളെ ഔലിയാക്കളെ പദവിയിലേക്ക്, ജദ്ബിന്റെ പദവിയിലേക്ക് യഥാർത്ഥത്തിൽ കടന്നു വരുന്നത്. കാരണം ഹബീബായ നബി തങ്ങളോട് ബന്ധമില്ലാതെ ഒരു വലിയാവുകയില്ല, ഒരു കുത്തുബാവുകയില്ല, ഒരു ഹൗസാകുകയില്ല. അബുൽ അബ്ബാസ് തങ്ങളടുക്കൽ വന്നുകൊണ്ട് അഹ്മദുൽ കബീർ റിഫായി തങ്ങള് എനിക്ക് ത്വരീഖത്ത് വേണമെന്ന് പറഞ്ഞപ്പോ, നിന്റെ ത്വരീഖത്തിന്റെ അവകാശി ഞാനല്ല, നിനക്ക് ത്വരീഖത്ത് തരാനുള്ളത് അതേ കിനായ എന്ന പ്രദേശത്ത് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞൊരു ശൈഖുണ്ട്, അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി നീ ത്വരീഖത്ത് വാങ്ങിക്കോ എന്ന് അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ മടക്കി പറഞ്ഞയക്കുകയോ. കിനായിലേക്ക് ചെന്നുകൊണ്ട് ത്വരീഖത്ത് വേണമെന്ന് അബ്ദുറഹ്മാൻ ശൈഖിനോട് ചോദിക്കുമ്പോ അദ്ദേഹം ഉടനെ തന്നെ ചോദിച്ചു, അൽ തഅരിഫു റസൂലല്ലാഹ്, നിനക്ക് ഹബീബായ നബി തങ്ങളെ പരിചയമുണ്ടോ മോനെ? റസൂലുള്ളാഹിനെ നീ പരിചയപ്പെട്ടുകണോ? ആരോട്? അഹ്മദുൽ കബീർ റിഫായി. അഹ്മദ് തങ്ങളോട് ചോദിക്കുന്ന, അൽ തഅരിഫു റസൂലല്ലാഹ്, ഈ നബി തങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. എന്നാ പരിചയപ്പെട്ടിട്ട് വാ, എന്നിട്ടേ നിനക്ക് ത്വരീഖത്തുള്ളൂ. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ പോവാ. കിനായിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു ചെല്ലുമ്പോ മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറയുന്ന, ഞാൻ ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ചെന്ന ഉടനെ തന്നെ സുബ്ഹാനല്ലാഹ്, എവിടെ നോക്കിയപ്പോഴും മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെ രൂപം ഞാൻ കാണുന്നു. റസൂലുള്ളാഹി യഖദത്തിൽ എന്നെ മുമ്പിൽ. പള്ളിയിലേക്ക് കടന്നപ്പോൾ അവിടെയും റസൂലുള്ളാഹ്, ആകാശത്ത് നോക്കിയപ്പോഴും അവിടെയും റസൂലുള്ളാഹ്. ഇതൊക്കെ ഞാൻ കണ്ട ഹബീബിനെ യഖദത്തിൽ കണ്ട് ഞാൻ തിരിച്ചു തന്നു. തിരിച്ചു ചെന്നപ്പോ, നിങ്ങളിപ്പോ നബി തങ്ങളെ കണ്ടോ? ഞാൻ കണ്ടെന്ന് പറഞ്ഞ സമയത്താണ്. എന്നാ ഇപ്പഴാ നിനക്ക് ത്വരീഖത്തിന് അവകാശമുള്ളത്. ഓ എന്റെ മുഅ്മിനീങ്ങളെ, അവിടെ വെച്ചൊരു വാക്ക് പറഞ്ഞു, ലൗ തുലം തകുനിൽ അഖതാബു അഖതാബാ വൽ ഔലിയാഉ ഔലിയാ, ഒരു ഔലിയാഉം ഔലിയാവാവൂല ഇല്ലാ ബിമഅരിഫതി റസൂലില്ലാഹ്. നിബിതങ്ങളോട് ബന്ധമില്ലാതെ, നിബിതങ്ങളോട് ആത്മാർത്ഥതമായ ബന്ധമില്ലാതെ ഒരു വലിയനും വലിയാവാൻ കഴിയുകയില്ല കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ മദീനത്തെ മുനവ്വറയിലല്ല, അവിടെ നിന്ന് 1500 കിലോമീറ്റർ അപ്പുറമാണുള്ളത്. ഏതെങ്കിലും ഒരു കള്ളത്വരീഖത്തുകാരന് കോഴിക്കോട് ജില്ലയിൽ വെച്ച് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ഒരാളും ത്വരീഖത്തിലില്ല. പറഞ്ഞ ഒരു ശൈഖും ത്വരീഖത്തിന്റെ ഉടമയല്ല. നിബിതങ്ങളോട് ബന്ധപ്പെടാതെ, ഹബീബിനെ അംഗീകരിക്കാതെ, ഹബീബിനെ സ്നേഹിക്കാതെ ഒരു വലിയും വലിയാവുകയില്ല. പറഞ്ഞ ഒരറിവേ എന്റെ കയ്യിലുള്ളൂ. ഉസ്താദിന് അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ഉസ്താദ് പറഞ്ഞ ഏതോ ഒരു ശൈഖ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
നിബിതങ്ങളുടെ ഖബറുള്ളത് മദീനത്തെ മുനവ്വറയിലല്ല പോൽ. അവിടെ നിന്നൊരു 1500 കിലോമീറ്റർ കഴിഞ്ഞിട്ടാ റസൂലുള്ളാഹിന്റെ ഖബർ. ലോക മുസ്ലിങ്ങളൊക്കെ പോയി സിയാറത്ത് ചെയ്യുന്നിടത്ത് മുത്തുനബി ഇല്ല. ഈ ഖബറിന്റെ അടുത്ത് ഈ ഫുലാനുബിന് ഫുലാൻ മാത്രമേ പോയിട്ടുള്ളൂ. അല്ലാഹു അക്ബർ. എന്നിട്ട് അതും താങ്ങിയിട്ട് കുതിരപ്പുറത്ത് കുറച്ച് ആൾക്കാർ. അല്ലാഹു തആല ഓൽക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. ഞമ്മക്കിപ്പോ അങ്ങനെ പ്രത്യേക വെറുപ്പൊന്നും ആരോടുള്ളട്ടെ. വേറൊരു ചങ്ങായി വെളിയങ്കോട് ഉമ്മർക്കാദ് തങ്ങൾ പാപ്പാന്റെ ഖബർ സിയാറത്തിന് പോയി. ഓൻ പോയിട്ട് അവിടുന്ന് ദ്വാരുന്നപ്പോ തന്നെ ഉമർഖാദി തങ്ങളെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു കിതാബാണ് കൊടുത്ത് അവിടുത്തെ തപ്പുക്കിഷ്ട തുടങ്ങി. എന്നിട്ട് അതും പറഞ്ഞ് കുറെ ടീം മുഖാമുഖം നടത്താൻ എന്തേനും ആവേശം. മക്കളെ ഞാൻ അതാണ്, ഞങ്ങൾ പൊന്മുളുസ്ഥാന്റെ മക്കളാണ്. അല്ലാഹു തആല നമ്മളെ ഈമാനൊക്കെ നല്ല ഈമാനാക്കി തരട്ടെ. ആവേശം കൊള്ളാനൊക്കെ ആള് കുറെ ഉണ്ടാവും. ഹിദായത്ത് അല്ലാഹുവിന്റെ കയ്യിലാണ്. അത് ഒരാൾക്കും കൊടുക്കാൻ കഴിയില്ല. അല്ലാഹുവേ ഞങ്ങളെ ഹിദായത്തിനെ നീ നിലനിർത്തണേ റഹ്മാനെ. ഞാനത് വിശദീകരിക്കുക. മഹാനായ CM മടവൂര് തങ്ങൾ മദീനത്തെ പള്ളിയിൽ പോയി മദീനത്തെ ഹബീബിനോട് സലാം പറഞ്ഞപ്പോഴാ ഹബീബിനോടുള്ള ബന്ധം കൂടുതൽ സ്ഥാപിക്കാൻ കഴിയുകയും അതിനോടെ ആ ബഹുമാനപ്പെട്ടവർ നാട്ടിലേക്ക് തിരിച്ചു വരുന്നടാ. ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴല്ലേ പിന്നീട് CM മടവൂര് തങ്ങളെ ഹാല് മാറാൻ തുടങ്ങിയത്. പിന്നെ പഴയ പോലെ CM-നോട് ബന്ധപ്പെടാൻ സമകാലികന്മാർക്ക് സാധിക്കുന്നില്ല. ഒരു ഹാലിനെ കുറിച്ചാണ്, ഒരു അവസ്ഥയെ കുറിച്ചാണ് മഹാന്മാരായ സൂഫിയാക്കള് ജദ്ബിന്റെ ഹാൽ എന്ന് പറയുന്നത്. അതേ മഹാനായ ഇമാം ജുർജാനി തങ്ങള് അവിടത്തെ തഅരീഫാത്തിൽ പറയുന്നത് കാണാ, അൽ മജ്ദൂബു മൻ ഇസ്തഫാഹുൽ ഹഖ് ലിനഫ്സിഹി. യഥാർത്ഥ മജ്ദൂബായ വലി എന്ന് പറഞ്ഞാൽ ആരാണ്? കുറെ കുളിക്കാതെ നടന്നത് കൊണ്ടായില്ല, കുറെ ചവച്ച താടിയിലൂടെ ഒഴുക്കിയത് കൊണ്ടായില്ല, ഒരു വലിയ പച്ച പുതപ്പെടുത്ത് പുതച്ചിട്ട് നിസ്കാരമില്ലാതെ കഞ്ചയും അടിച്ച് നടന്നതുകൊണ്ട് വലിയാവുകയില്ല. യഥാർത്ഥ ജദ്ബിന്റെ ഹാല് ആരാ? മജ്ദൂബ് എന്നറിയണോ? അൽ മജ്ദൂബ് മൻ ഇസ്തഫാഉൽ ഹഖ് ലിനഫ്സിഹി. അല്ലാഹു തആല സ്വന്തമായി തെരഞ്ഞെടുത്ത, അല്ലാഹുവിന് വേണ്ടി തെരഞ്ഞെടുത്ത മഹാന്മാരാണ് ജദ്ബിന്റെ ഹാലിലുള്ള ആളുകൾ. ഇനിയോ മഹാനായ ഇസ്ദ് ഇബ്നു അബ്ദിസ്സലാം തങ്ങൾ അവിടുത്തെ മസായിലു ത്വരീഖത്ത് ഫീ ഇൽമിൽ ഹഖീഖ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും പറയുന്നുണ്ട്, അൽ മജ്ദൂബു, യഥാർത്ഥ മജ്ദൂബ് എന്ന് പറഞ്ഞാൽ ആരാണ്? യഥാർത്ഥ ജദ്ബിന്റെ ഹാലുള്ള ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ അല്ലാഹു തആല മിനൽ ളുലുമാതി ഇലൻ നൂർ, ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്ന ആളുകള്. പോരാ വഅൻഖദഹു മിനൽ ഗഫലതി ഇലൽ യഖലാ, അശ്രദ്ധതയിൽ നിന്ന് ഉണർവിലേക്ക് അല്ലാഹു തആല സംരക്ഷിച്ചു കൊണ്ടുവന്ന മഹാന്മാർ. വനകലഹു മിൻ മഖാമിൽ മുജാഹദതി ഇലാ മഖാമിൽ മുശാഹദ, മുജാഹദയുടെ മഖാമിൽ നിന്ന് മുശാഹദയിലേക്ക് അല്ലാഹു തആല നീക്കം ചെയ്ത മഹാന്മാർക്കാണ് യഥാർത്ഥ മജ്ദൂബ് എന്ന് പറയുന്നത്. അല്ലാഹുവേ, നിന്റെ ഔലിയാക്കളെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് കരുതിയിട്ട് മമ്പുറത്ത് മഖാമിൽ കാണുന്നോലൊക്കെ മജ്ദൂബിന്റെ ആൾക്കാരാണെന്ന് നമ്മൾ പറയാൻ പോണ്ട. യഥാർത്ഥ മജ്ദൂബും ഡ്യൂപ്ലിക്കേറ്റ് മജ്ദൂബും ഒക്കെ തിരിച്ചറിയാൻ കാരണം ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന ഒരു ഏരിയയാണ് ഈ ഔലിയാക്കന്മാരെ. ഒറിജിനൽ മജ്ദൂബിനെ എങ്ങനെ തിരിച്ചറിയാം? ആലുവായി അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, അദ്ദേഹത്തിന്റെ ഹയാത്ത് കാലത്ത് ഒരു ജദ്ബിന്റെ ഹാലുള്ള വേറൊരു ഫുലാൻ വന്നു. അപ്പൊ അയാളും പറഞ്ഞു, ഞാനിപ്പോ അബൂബക്കറും ആലുവായി അബൂബക്കർ വലിയമായി എനിക്ക് ജദ്ബാണ്. അപ്പൊ ആലുവായി അബൂബക്കർ മുസ്ലിയാര് ഒരു പെണ്ണിന്റെ കൈ പിടിച്ചു, കഥാക്കീല. അപ്പൊ എന്താ കാരണം? അവിടെ ജദ്ബിന്റെ അദ്ദേഹത്തിന് നൂറ് തജല്ലിയാത്ത് അവിടെ വെളിവായി. ഇത് കേട്ടുങ്ങാണ്ട് ഇവൻ എന്ത് ചെയ്ത്? പിന്നെ
ഇതന്നെ പരിപാടി. നൂറത്തെ ജല്ലിയാത്ത് ഒരു പെണ്ണുങ്ങൾ അവിടെ വെളിവാകുള്ളൂ, എന്നിട്ട് അവിടെ പോയി പിടിച്ചു. അപ്പൊ എന്താ കാരണം? അവിടെ അങ്ങനെ പിടിച്ചില്ലേ, അവിടെ നൂറത്തെ ജല്ലിയാത്ത് വെളിവായി, എനിക്കത് അനുഭവപ്പെട്ടു. അങ്ങനെയാണ് അബൂബക്കർ മുസ്ലിയാർ വേറൊരു കല്യാണത്തിന് പോയപ്പോ, ഇതിന് സനതൊന്നും എന്റെ കയ്യിലില്ലട്ടോ, ഒരാൾ പറഞ്ഞു കേട്ട അറിവാ. ആ അലുവ അബൂബക്കർ മുസ്ലിയാർ മംഗലത്തിന് പോയപ്പോ മംഗലത്തിൽ വെച്ചിട്ട് ചൂട്ട് പഴുത്ത ചെമ്പിന്റെ മുകളിൽ പോയി ബഹുമാനപ്പെട്ട അബൂബക്കറിൽ കെട്ടിയാണ് പിടിച്ചു. നൂറത്തെ ജല്ലിയാത്ത് മൂപ്പർക്ക് അവിടെ വെളിവായി. അപ്പോഴാ മറ്റവൻ അവിടെ പോയി കെട്ടിപ്പിട്ടിടാറ് കജുലട്ടോ. അപ്പോഴാണ് ഓന്റെ ജനപ്പ് ശരിക്കും മനസ്സിലായത്. ഇങ്ങനെ തട്ടിപ്പ് നടക്കണ ഏരിയയാണ് ഔലിയാക്കാർ. ആത്മീയതയിലേക്ക് ആൾക്കാർക്ക് വരല് എല്ലാ വിഭാഗത്തിലുണ്ട് ഈ തട്ടിപ്പ്. ഹിന്ദുക്കളിലുണ്ട്, ക്രിസ്ത്യാനിയിലുണ്ട്, മുസ്ലിങ്ങളിലുണ്ട്, എല്ലാത്തിലുണ്ട്. ആത്മീയത എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അത് ചൂഷണം ചെയ്യാൻ വേണ്ടി കുറെ ദൈവങ്ങൾ, കുറെ കള്ളത്തൊരീകത്തിന്റെ ആളുകൾ. ഓരോ സ്റ്റോപ്പിലും ഓരോ ഔലിയാക്കന്മാരപ്പം, ഓരോ സ്റ്റോപ്പിലും ഓരോ ശൈഖന്മാർ. ചില ശൈഖന്മാരെ പേരിങ്ങനെ കേട്ടാ വിചാരിച്ചത് ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് ആണോ, അത്രയും നിങ്ങളല്ല പേര്. എന്നിട്ട് അതിന് കുറെ ആൾക്കാർ കൂടെ. അള്ളാഹു നമ്മളെ ഹിദായത്തെ കാത്ത് രക്ഷിക്കട്ടെ. ആരും വല്ലാതെ കൂടെ നടത്തണ്ട. നമുക്ക് ഉള്ളാളത്തെ പാപ്പ മതി വലിയ ഷെയ്ഖായിട്ട്. ഉള്ളാളത്തെ പാപ്പാനിരാക്കാരെ വലിയൊരു ഷെയ്ഖിന് ഇവിടെ ആരും വരാല്ല. അള്ളാഹു തആല ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഹയാത്തുള്ള ഒരു വലിയ നിങ്ങൾക്ക് വേണം. അടുത്ത പ്രദേശത്ത് നിങ്ങൾക്ക് എന്നും കാണാം. ബഹുമാനപ്പെട്ട ഖമറുല്ലമ കാന്തപുരം ഉസ്താദ് അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. വലിയ എന്ന് പറഞ്ഞ കുറെ കാട്ടിക്കൂട്ടലല്ല. ഒരു വലിയന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ അൽ അഅ്മാലു സ്വാലിഹ, നല്ല കാര്യങ്ങൾ കൂടുതൽ പ്രകടമാകുക എന്നതാണ്. അതാണ് ഏറ്റവും വലിയ കറാമത്ത്. ആകാശത്തു കൂടെ പറക്കലും കടലിന്റെ മേലെ കൂടെ നടക്കലൊക്കെ പിന്നെയാണ്. ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ അൽ അഅ്മാലു സ്വാലിഹ. മഹാന്മാര് പറഞ്ഞതേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. മഹാന്മാര് പറഞ്ഞ വിഷയം ഞാൻ പറയുന്നുള്ളൂ. ഏറ്റവും വലിയ ശൈഖും ഏറ്റവും വലിയ കറാമത്തും അതാണ്. ഓ എന്റെ മുഅ്മിനീങ്ങളെ, പക്ഷേ കള്ളനാണയങ്ങളായ ശൈഖുമാരെയും കള്ളനാണയങ്ങളായ ജദ്ബിന്റെ ഹാലിനെയും നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതിന് മഹാന്മാര് പറയുന്നത് നോക്ക്. ഇന്നൽ മജ്ദൂബ ഇദാ കാന ബഅദ സുഹവി യൂജദു മുഇരിലം അനിദ് ദുനിയാ വ അഹ്ലിഹാ മുഖ്ബിലൻ അലാ ദിക്രില്ലാഹി വഇബാദതിഹി വഹാദാ ജദ്ബുൻ ഹഖീഖിയ്യുൻ. സാദുൽ മുസ്ലിമിന്റെ 2-ാം വാള്യം 385-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. എന്താ ഈ പറയുന്ന യഥാർത്ഥ ജദ്ബ് എന്ന് പറഞ്ഞാൽ? യഥാർത്ഥ ജദ്ബ് വെളിവാകുന്നത് അവരെ ജദ്ബിന്റെ ഹാലങ്ങ് വിട്ടുകഴിഞ്ഞാൽ, ഇന്നൽ മജ്ദൂബ ഇദാ കാന ബഅദ സുഹവി, അവർക്ക് തെളിച്ചം വന്നു കഴിഞ്ഞാൽ, അവരെ ജദ്ബ് മാറിക്കഴിഞ്ഞാൽ, യൂജദു മുഇരിദം അനി ദുനിയാ വ അഹ്ലിഹാ, ാലും അവർക്ക് ദുന്യാവുമായി ചിന്തയില്ല, ദുന്യാവുമായി കെട്ടിമറിയലില്ല. പോരാ, അവര് ജദ്ബിന്റെ ഹാലിലല്ല എങ്കിലും മുഖ്ബിലൻ അലാ ദിക്രില്ലാ, അല്ലാഹുവിന്റെ ദിക്റുമായി ബന്ധപ്പെടുന്നവരായിരിക്കോ. വഹാദാ ജദ്ബുൻ ഹഖീഖിയ്യുൻ, ഇതാണടോ യഥാർത്ഥ ഹഖീഖിയായ ജദ്ബ് എന്ന് മഹാന്മാരെ പഠിപ്പിച്ചതല്ലയോ. അല്ലാഹു തആല മഹാന്മാരെ കുറിച്ച് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇനി കേൾക്കണോ, ഭ്രാന്തൊന്നു വേറെ, ജദ്ബൊന്നു വേറെ. ചില ആളുകൾ മഹാന്മാരായ ഔലിയാക്കളിൽ നിന്ന് ജദ്ബുള്ള ആളുകളെ പരിഹസിക്കാറുണ്ട്. അവരൊരു തരം ഭ്രാന്തന്മാര് സുന്നികൾ ഔലിയാക്കളായി കൊണ്ട് നടക്കുകയാണ്. സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ സാധാരണ പറയുന്ന ഒരു അപരാധമാണിത്. ഏതോ ഒരു പിരാന്തനെ പിടിച്ച് വലിയാക്കി സാധാരണ അവര് പറയാറുണ്ട്. അത് CM മടവൂര് തങ്ങളെ കുറിച്ച് പറഞ്ഞവരുണ്ട്. പറഞ്ഞതിന്റെ തൽഫലങ്ങൾ അന്നേരം തന്നെ കിട്ടിയവരുമുണ്ട്. അല്ലാഹു തആല കുരുത്തക്കേടെന്ന് നമ്മളെ കാക്കട്ടെ. നമുക്കറിയാം MES-ന്റെ മുൻ പ്രസിഡന്റ് നമ്മളെപ്പത്തെ ഫസൽ ഗഫൂറിന്റെ ഉപ്പ, ഫസൽ ഗഫൂറിന്റെ ഉപ്പ എത്തേന് മൂപ്പരെ പേര് അബ്ദുൽ ഗഫൂർ. എന്താണ് നിങ്ങളെ നാട്ടുകാരനായിട്ട് നിങ്ങൾക്ക് ഒരു പരിചയം? ഈ അബ്ദുൽ ഗഫൂറിന്റെ കോഴിക്കോടുള്ള ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പാവപ്പെട്ട മുഅ്മിനീങ്ങൾ വരുമ്പോൾ അയാളൊരു പുതിയൊരു ഭൗതികവാദിയും ഒരു പ്രത്യേക സ്വഭാവക്കാരനുമായിരുന്നു. നമ്മളൊക്കെ സുന്നികളൊരു പുച്ഛമായിരുന്നു അദ്ദേഹം. CM മടവൂര് തങ്ങളെ ഹയാത്ത് കാലമാണ്.
ആ അബ്ദുൽ ഗഫൂർ എന്ന് പറഞ്ഞ് MES-ന്റെ പ്രസിഡന്റിന്റെ അടുക്കലേക്ക്, ഡോക്ടർ അബ്ദുൽ ഗഫൂറിന്റെ അടുക്കലേക്ക് ചികിത്സയ്ക്ക് വരുന്ന പാവപ്പെട്ട സുന്നികളായ മുഅ്മിനീങ്ങള്, നിങ്ങൾക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറയുമ്പോ കോഴിക്കോട്ടത്തെ മൂല്യര് ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അന്നത്തെ കോഴിക്കോട്ടത്തെ മൂല്യര് അലലിത്തിലാക്ക് പറഞ്ഞ CM മടവൂര്, ഇന്ന് പറഞ്ഞ കാന്തപുര ഉസ്താദ്, അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. അന്ന് കോഴിക്കോട്ടത്തെ മൂല്യരെന്ന് അലലിത്തിലാക്ക് മൂല്യരെന്ന് പറഞ്ഞ CM മടവൂര് തങ്ങളാ. ആ CM മടവൂര് തങ്ങളാകുന്ന മുസ്ലിയാർ മൂല്യര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് ഓപ്പറേഷൻ ചെയ്യണ്ട, അതുകൊണ്ട് നിങ്ങൾ കത്രി വെക്കാൻ പാടില്ല എന്ന് ഈ പറഞ്ഞ ഗഫൂർ എന്ന് അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന MES-ന്റെ പ്രസിഡന്റിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ അയാൾക്ക് പിരാന്ത, ആ മൂല്യർക്ക് പിരാന്ത. പലരോടും പറഞ്ഞു, മുരീദന്മാരോട് പറഞ്ഞു, സ്നേഹിതന്മാരോട് പറഞ്ഞു, മഹാനായ ശൈഖ് അവറുകളോട് ബന്ധപ്പെടുന്ന പല ആളുകളോട് ഈ കൊച്ചാക്കിയിട്ടുള്ള ഈ വർത്തമാനം പറഞ്ഞപ്പോ CM മടവൂര് തങ്ങൾ പറഞ്ഞു, ഞാൻ അവനെ വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ അവനെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്, അവനെ ഞാൻ വെട്ടിക്കളഞ്ഞു. ഇത് പറഞ്ഞ് 2-3 ദിവസമായിട്ടില്ല, ഒരാഴ്ചന്റെ ഉള്ളില് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന, പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഡോക്ടർ വീണങ്ങ് മരിച്ചു, വെട്ടിയിട്ടു. മഹാന്മാരോട് തൊട്ട് കളിച്ച അങ്ങനെ ഈ അബ്ദുൽ ഗഫൂറിന്റെ പ്രഭാഷണം ഞാൻ ആരോടും കുറ്റപ്പെടുത്തിയിട്ട് പറയില്ല, മരിച്ചുപോയ ഒരാളാ, എന്നാലും ഔലിയാക്കന്മാരെ കറാമത്ത് പറഞ്ഞപ്പം പറഞ്ഞെന്നുള്ളൂ. അദ്ദേഹം സ്റ്റേജ് കെട്ടിയിട്ട് ബഹുമാനപ്പെട്ട ശംസുലുലമയെയും വന്നരായ ബാഫഖി തങ്ങളെയും കൊച്ചാക്കിയിട്ട് വർത്തമാനം പറയുന്നത് ഓവറാണെന്ന് കണ്ടപ്പോൾ നമ്മുടെ MK മുനീർ സാഹിബിന്റെ ഉപ്പയായ CH മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹത്തോട് പറഞ്ഞു, ഡോക്ടർ പണിയെടുത്താൽ മതി, ആലിമീങ്ങളോട് കളിക്കാൻ നിൽക്കണ്ട കേട്ടോ. കാരണം കടിച്ചു കൊടയാ സ്റ്റേജിൽ വെച്ചിട്ടാ. മഹാനായ ശംസുലുലമ EK ഉസ്താദിന്റെ EKയുടെ താടിയും ബാഫഖി തങ്ങളെ ജുബയും എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോ ഇത് കേട്ട ഉടനെ CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞു, ഡോക്ടറെ പണിയെടുത്തോളണം. ഡോക്ടറെ പണി എന്താ? ആർക്കെങ്കിലും കഫുണ്ടെങ്കിൽ അതിങ്ങനെ നോക്കുക, മൂത്രമുണ്ടെങ്കിൽ അത് പരിശോധിക്കുക, ഈ പണിയെടുക്കാന്നല്ലാതെ ആലിമീങ്ങൾക്കെതിരെ കുതിര കയറാൻ വരണ്ട എന്ന് അന്ന് ഓവറായപ്പോൾ CH ഉപദേശിച്ചു. അങ്ങനെ CH മുഹമ്മദ് കോയ സാഹിബ് ഉപദേശിച്ച് അത്രയും മോശമുള്ള ആളാ. ഇപ്പോൾ ആ കുരുത്തക്കേട് നിങ്ങൾക്ക് ഫസൽ ഗഫൂറിലൂടെ കണ്ടുകൂടായികയില്ല, ആ കുരുത്തക്കേട്. കാരണം എന്താ? കഴിഞ്ഞല്ല മൂപ്പര് ഒരു ഫത്വ ഇറക്കി, ഓണാഘോഷത്തിലേക്ക് മുസ്ലിം സ്ത്രീകൾ മുന്നിട്ട് വരണം. ഓണാഘോഷത്തിലേക്ക് മുസ്ലിം സ്ത്രീകൾ, അതായത് ഈ തിരുവാതിരക്ക് കളിക്കാൻ പോലും ചെറുമത്തികളെ മാത്രം വിട്ടേ വരെ മുസ്ലിം പെൺകുട്ടികളും തിരുവാതിര പഠിക്കണം. അപ്പൊ ഇതിന്റെ അർത്ഥം ഓണാഘോഷത്തേക്ക് മുസ്ലിം സ്ത്രീകൾ മുന്നിട്ട് വരണം. ഓണാഘോഷം എന്ന് പറഞ്ഞ മറ്റൊരു മതവിശ്വാസികളുടെ ആചാരമാണ്, അത് താങ്ങിപ്പിടിക്കേണ്ടവരല്ല മുസ്ലിം. ഒരു തന്നെ പായസങ്ങൾ കുടിച്ചോളൂ, അതെന്നെ പൂജിച്ചിട്ട് ഒരു ആരാധനയുടെ ഭാഗമായിട്ട് തരികയാണെങ്കിൽ വേണ്ട, നമുക്ക് പിന്നെ കുടിക്ക പായസം. അതങ്ങനെ തന്നെ തിരിച്ചങ്ങോട്ട് തന്നെ ഒതുയ്യത്തിന്റെ മുതൽ നമ്മൾ ആരും എടുക്കൂല. അമുസ്ലിം സുഹൃത്തുക്കൾക്ക് നമ്മൾ ഒതുയ്യത്തിന്റെ മുതൽ